ഞങ്ങളെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ പുതിയ വീട് കണ്ട കുറേ ആയി ഞങ്ങൾ എടുത്തിട്ട് വീഡിയോ ഒക്കെ ആറ് പറഞ്ഞു ലൈറ്റ് ഒക്കെ കണ്ടിട്ട് എന്തായാലും നോക്കി ഇതൊക്കെയാണ് നമ്മളെ ഏകദേശം. ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യണില്ല, അപ്പോൾ ഉള്ളതിൽ ഇപ്പോൾ കൊണ്ട് ശരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നീ പറഞ്ഞോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം ഡൈനിങ് ഹാൾ. ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് പിന്നെ നീളമെന്ന് പറഞ്ഞാൽ 590 നീളം, 418 ഇങ്ങനെ വെയിറ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മളെ കോണി. ഇതാണ് സാധനം. അപ്പോൾ ഈ കോണി എന്ന് പറഞ്ഞാൽ സാധനം എടുത്തുകൊണ്ട് ചെയ്താണുള്ളത് സാധനം. കാരണം പക്ഷെ പല ആളുകൾ പല റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം റേറ്റ് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞാൽ പല പല റേറ്റുകളും ഇത് പറഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇത് പറഞ്ഞാൽ ഇനി വെച്ചാൽ 31,000 രൂപ അതിൻ്റെ സാധനം. പിന്നെ ഇതിൻ്റെ ഈ കോണിൻ്റെ സാധനം, അതിൻ്റെ ഡോറ്, പിന്നെ സിറ്ററിൻ്റെ മേലെ സാധനമുണ്ട്. അപ്പോൾ കൂടി 31,000 രൂപ ആകെ സാധനത്തിന് ആകെ ആയിട്ടുള്ളൂ. പിന്നെ പണിക്കൂലി 14,700 രൂപ ആകെ പണിക്കൂലി ആകെ വന്നത്. അപ്പോൾ പിന്നെ ഇത് ഏകദേശം നമ്മുടെ പിന്നെ കോണി ഏകദേശം ഒരു കോണി മൊത്തം ചെയ്യാൻ ഇപ്പോൾ ഈ ആൻഡ്രയിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി ചെയ്യാൻ ഏകദേശം നമുക്ക് മൊത്തം ഒരു 10-40 രൂപേനുള്ളിലൊക്കെ ചെയ്യാം ഏകദേശം. നമ്മൾ സാധനം എടുത്തപ്പോൾ രണ്ടാമത് ഏറ്റവും ഇതാണ് ഈ പൈപ്പ് GIയുടെ പൈപ്പ്. ഇതാണ് GIയുടെ പൈപ്പാണ്, GP അല്ല, GI ആണ്. ഇത് GP ആണ് സാധനം. ഇത് കംപ്ലീറ്റ് GI ആണ് സംഭവം. അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ കണ്ടന്റൊക്കെ വരികയാണെങ്കിൽ ഒരു പ്രശ്നമോ കാര്യങ്ങൾ അത് വരില്ല എന്തായാലും. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ബ്ലാക്ക് പെയിന്റ് ഇവിടെ അടിക്കണം. ഇവിടെ ഒരു യെല്ലോ കളർ അടിച്ചിട്ട് ഇതാക്കണം. ഇവിടെ പലകടാണ്ട്. അപ്പോൾ മഹാഗണിയോ ഏതെങ്കിലും ഒക്കെ കിട്ടണനുസരിച്ച് പലകടക്കും ചെയ്യണം. അങ്ങനെയാണ് ഇതിന്റെ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, സാധനം ഈ കോണി. അപ്പോൾ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോഴോ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ ആഗ്രഹം അത് അവിടെ കൂട്ടിന്റെ പണിയാണ് എടുത്തിട്ടുണ്ട് ഏകദേശം. കൂട്ടിന്റെ പിന്നെ നമ്മള് അലമാര വെച്ചാല് ഇവിടെ ഒരു അലമാര ഉണ്ട്. ഇവിടെ അലമാറിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അലമാരന്റെ വർക്കാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഗ്ലാസിന്റെ ഒരു ടീമാണ്. അതായത് കാലിയായിട്ടാണ് ഏകദേശം ഇവിടെ ഡോക്ക് വെച്ചിട്ട് അലമാര കൂടിയാണ്. പിന്നെ അത് നമ്മുടെ ബാത്റൂമാണ്. ബാത്റൂം ഇനി കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇനി നാളെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിന്റെ സ്വിച്ച് ബോർഡൊക്കെ വെച്ചിട്ട് എൽഗ്രാൻഡിന്റെ കമ്പനിയാണ് കംപ്ലീറ്റ്. ഇവിടെ വെച്ചിട്ടില്ല. അപ്പോൾ എൽഗ്രാൻഡിന്റെ കംപ്ലീറ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വെച്ച് നല്ലതിന് ആയിക്കോട്ടെ വെച്ചിട്ട് പൈസ ഇല്ല അതുകൊണ്ടൊക്കെ ഒപ്പിച്ച് നല്ല രീതിയിൽ വെച്ചാണ്. പിന്നെ കംപ്ലൈൻറ്റ് വെച്ചാൽ എൽഗ്രാൻഡിൽ വെച്ചാണ്. പിന്നെ ഇതിലും നല്ലതാണ്. GM ഉണ്ട്. ഇതിലൊക്കെ ഉള്ളിൽ ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റ് എന്തൊക്കെ കൊണ്ട് കൊടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്യണം. ചെറിയ ഇന്റീരിയറായിട്ട് നമ്മൾ അത് കൊടുത്താണ് ഏകദേശം. അപ്പോൾ രസം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വെച്ചാൽ എല്ലാവരും നമ്മളെ ജീവിതത്തിലെ സ്വപ്നമാണ് ഏറ്റവും വലുതാണ് ഒരു വീട് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഈ റൂമിലുണ്ട് ഒരു അലമാരുണ്ട് ഏകദേശം. ഈ അലമാര ഏകദേശം പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 60 ഇഞ്ച് ഏകദേശം നീളം വരുന്നുണ്ട് ഏകദേശം അലമാര. ഇത് മൊത്തം 12,500 രൂപ വെക്കുന്നത് മൊത്തം കൊടുത്ത് 12,500 മൊത്തം നമ്മൾ ഇത് അടിച്ചത് ഏകദേശം. ആ അലമാര. പിന്നെ ഇത് എന്താണ് നമ്മുടെ കിച്ചൺ. കിച്ചണില് ഇതും കൂടി അതൊക്കെ കംപ്ലീറ്റ് അടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അടുപ്പിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൊത്തം. പിന്നെ സ്വിച്ച് ബോർഡിന്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മള് ടൈൽ വർക്ക് ഉണ്ട്. നാളെ ഇപ്പോൾ ടൈൽ വർക്ക് ഓപ്പൺ ആക്കാണ്. വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തന്നെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്, ടൈൽ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഏകദേശം ഇപ്പോൾ ടൈൽ കാര്യങ്ങൾ ഗ്രാനൈറ്റ് ഇവിടെ ഇടാനുള്ളതാണ്. പിന്നെ ഇവിടെ ഗ്രാനൈറ്റ് ഇടുന്ന അതേപോലെ ഇവിടെ ഗ്രാനൈറ്റ് പീസ് കൊടുക്കണം. പിന്നെ ചൂടൊക്കെ തട്ടി മാക്സിമം കൊഴിഞ്ഞ അവിടെ താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ടൈലിട്ട് എന്തായാലും ഓപ്പൺ ആക്കി വരും എന്തായാലും. പിന്നെ ഇവിടെ നമുക്ക് മിക്സി വെക്കാനുള്ള സാധനമാണ്. മിക്സി ഗ്രൈൻഡർ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാൻ വേണ്ടി
പിന്നെ അമ്മൂനെ നിർദ്ദേശപ്രകാരം ഇത് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ശരി താഴ്ഭാഗത്ത് പിന്നെ നമുക്ക് അരിച്ചമ്പ് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ ഗ്യാസ് അടുപ്പ് നമ്മൾ പുറത്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗ്യാസിന്റെ അടുപ്പ് വരും, പുറത്ത് ഗ്യാസ് അത് ചുമര് തുടച്ച് പുറത്ത് വെക്കാം. കാരണം നമുക്ക് അടിയിൽ വേറെ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടും. ഗ്യാസ് അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്പേസ് വളരെ കുറവാകും. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് നമ്മൾ അബ്ദ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടേക്ക് വെക്കാൻ ആകും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഇത് നമ്മളെ സിങ്ക് വരാനുള്ളതാണ്. സിങ്കിൻ്റെ ഇവിടെ ഇതിങ്ങനെ നോക്കിയപ്പോൾ സ്പേസ് കിട്ടി. അപ്പം ഇനി ഇവിടെ സ്ലാബ് കട്ട് ചെയ്തിട്ട് അത് അങ്ങനെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ നോക്കട്ടെ. അങ്ങനെ പിന്നെ ഇവിടെ നമ്മൾ പാത്രം വയ്ക്കാനുള്ള സാധനങ്ങൾ കാര്യങ്ങൾ നോക്കാം, അങ്ങനെ ചെയ്യണം. പിന്നെ ഈ ഭിത്തി കംപ്ലീറ്റ് നമുക്ക് പിന്നെ ടൈലൊട്ടിക്കണം. കാരണം അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ചളികൾ വരുന്ന ഈ ഭിത്തിയൊക്കെ ആവും. മാക്സിമം നമുക്ക് ഇവിടെ ടൈലിടണം. അപ്പം നമ്മളെ ഏറ്റവും കൊച്ച് പിന്നെ വലിയ സ്വപ്നം കൊച്ചു വീട് അങ്ങനെയാണ് നമുക്ക്. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോകുന്നുണ്ട്. ഏകദേശം വലിയ ലോണില്ല, ചെറിയ ലോണ് ആവൂല എന്തായാലും. ഇന്ന് സ്കൂളിൽ പോയിരുന്നാ? ഇന്നെന്താ സ്കൂളിൽ കിട്ടി? എന്തിടായിരുന്നു കുഞ്ഞാ? ബിരിയാണി കിട്ടി. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഇത് എന്തിന്റെ യൂണിഫോമാ? ഫിറ്റ്നസ്. അപ്പൊ അവിടെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ അച്ഛന് എളുപ്പത്തിന് വേണ്ടിട്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്നങ്ങനെ കാര്യങ്ങള് പറഞ്ഞോട്. അപ്പോൾ അതാ നമ്മളിപ്പോൾ അങ്ങനെ ഇനി പ്രൈമർ അടിക്കണം. പ്രൈമർ എന്ന് പറഞ്ഞാലേ ഇത് വെച്ചാൽ ഒന്നാമത്തെ ഇത് പിന്നെ പ്രൈമർ നമ്മളിപ്പോൾ വൈറ്റ് സിമെൻറ്റ് മാത്രമല്ലേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഒറ്റക്കോട്ട് ഉള്ളിൽ നല്ല പ്രൈമർ അടിച്ചിട്ട് പുറത്ത് വാട്ടർ പ്രൂഫ് അടിക്കാനാണ് ഇനിയിപ്പോൾ ഉള്ളത്. കാരണം പുറത്തുകൊണ്ട് കംപ്ലീറ്റ് മഴ പെയ്തിട്ട് എന്തായാലും ചീത്തയും കാര്യങ്ങൾ ചീത്തലൊക്കെ പിടിക്കും, മഴത്തിൻ്റെ ഇത് വരും. അപ്പോൾ ഇതെന്തായാലും ഇപ്പം നമ്മൾ പിന്നെ അങ്ങനെയാണ് നമ്മൾ അടിക്കാൻ ഉദ്ദേശം അല്ലേ? ഇത് ഇനിയിപ്പോൾ ഇത് വെച്ചാൽ മരത്തിൻ്റെ ഒരു പാനലിങ് ഇത് നമ്മളെ സുഹൃത്ത് പറഞ്ഞു, പ്രദീപ് പറഞ്ഞു. ഇതിപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നമ്മളിപ്പോൾ ഓരോരോ വിശ്വാസികളല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഒരു ഇത് കൊടുക്കണം, നമുക്ക് ഫോട്ടോ വെക്കാനുള്ള ഇതും അവിടെയും ഇവിടെ വെക്കാനാണ്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും അത് ചെയ്യണം എന്തായാലും. അപ്പോൾ അങ്ങനെയാണ് ഇതിപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മൾ ഒന്നാമത് കുറേ ദിവസമായി ഏകദേശം വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഒന്നാമത് വീഡിയോസ് ഇടാൻ വീട് പണി തന്നെ മെയിൻ കാരണം. അപ്പോൾ തിരക്കും ജോലിയും കാര്യങ്ങളും വീഡിയോസ് എടുക്കാനൊരു ഇതൊന്നും ഇല്ലായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ? തിരക്കും കാര്യങ്ങളും ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ഇതാ ചെയ്തിട്ടാ. അത് ഇരുമ്പോണ്ട് നമ്മൾ ചെയ്തത്. ഈ സാധനം നമ്മൾ ഇരുമ്പോണ്ട് ചെയ്തതാണിത് സാധനം. ഇപ്പോൾ ഇരുമ്പോണ്ട് 3 ട്യൂബാണ്. അപ്പോൾ ഉള്ളിൽ നല്ല കോട്ടിങ്ങുള്ള വയറാണ് ഉപയോഗിച്ചത് അല്ലേ? അങ്ങനെ എന്നാ പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ മേൽക്കൂടി പാലിങ്ങൊന്നും വരാണ്ട്. അപ്പോൾ അത് ഒരു സ്റ്റിക്കർ പോലുള്ള വേറെ സാധനം വുഡിൻ്റെ സാധനമുണ്ട്. അപ്പോൾ ഒന്നുകൂടി കവറിങ് ആവും. പിന്നെ ഡോറും കാര്യങ്ങളൊക്കെ ഇതാണ്. അർച്ചന നമ്മുടെ ഏട്ടൻ്റെ കുട്ടിയായി വരുന്നുണ്ട്. ഇതായിരുന്നു സ്കൂൾ വിട്ട് വരികയാണ്. അമ്മ തോർത്ത് കുളിക്കാനുള്ളതാണ്. ചിരിച്ചാൽ പോകുന്നതാണ്. ഒരു പുഞ്ചിരി ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാണ് ഇപ്പോൾ നമ്മളെ മുൻവശം. ഇതാണ് സംഭവം. ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട് എന്തായാലും. ഓക്കെ. അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം പിന്നെ അടുത്ത വീഡിയോസ് നമ്മൾ വരല്ലേ, പെട്ടെന്ന് ഞങ്ങൾ വരും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പിന്നെ വീഡിയോസ് ചെയ്യാനായിട്ട് നമ്മൾ പറ്റ ബാക്കിൽ ഞങ്ങളൊപ്പമുള്ള ആളുകൾ എത്രയോ
100K അടിച്ച് കയറിയ ആളുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും 10K നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെ എല്ലാ സപ്പോർട്ടൊക്കെ ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ നമുക്ക് വരാനുള്ളൊരു അങ്ങനെ ഉണ്ട് വരാം അല്ലേ? ഓക്കെ ബായ്. ഞങ്ങളിനി അടുത്ത വീഡിയോസും വരാം. ഓക്കെ.